ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ ഓർഡർ 3.5 കിലോ ചിക്കൻ ബിരിയാണിക്കുള്ള ഓർഡർ ആട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കിച്ചണിൽ നല്ല തിരക്കാണ്. ബാബു സവാള കട്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ അമ്മ തക്കാളിയൊക്കെ കട്ട് ചെയ്തൊക്കെ തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചിക്കനൊക്കെ കഴുകി വെച്ച് ചിക്കനിൽ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബിരിയാണിക്കുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് കിട്ടിയൊരു ഓർഡറാണ് കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചപ്പാത്തി ആട്ടോ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ പിന്നെ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതാ 3.5 കിലോ ബിരിയാണിക്കുള്ള സവാള, തക്കാളി, അതേപോലെ നാരങ്ങ, മല്ലിച്ചപ്പ്, പുതിന, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ചതച്ചത്, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നാരങ്ങ പിഴിഞ്ഞെടുക്കാൻ അങ്ങനത്തെ പണിക്കൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ റിച്ചുമോൻ്റെ ക്ലാസ് ഒന്ന് കാണാം കേട്ടോ. ഇപ്പം എൻ്റെ ജോലി തിരക്ക് കാരണം റിച്ചുമോൻ്റെ പഠനകാര്യത്തിൽ ആദ്യത്തെ പോലെ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റണില്ല കേട്ടോ. അപ്പോൾ അവനാണെങ്കിലോ ചില വിഷയങ്ങളിലൊക്കെ ബേസിക് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ ഒരുപാട് കുട്ടികളുള്ളതല്ലേ, അതിൻ്റെ ഇടയിൽ അത്രയും സപ്പോർട്ട് അവന് കിട്ടണില്ല. അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് കേട്ടോ ഇൻ്റർവെല്ലിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ചിട്ട് ഞാൻ അറിയാനിടയായത്. അങ്ങനെ അന്വേഷിച്ച് അവനെ ഞാനിപ്പോൾ ഇൻ്റർവെല്ലിൻ്റെ ഓൺലൈൻ ട്യൂഷനിൽ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവന് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റൊക്കെ ഇൻ്റർവെല്ലിൽ നിന്നാണ് കേട്ടോ പഠിക്കുന്നത്. ഇപ്പോൾ അവന് ഓക്കെ ആണ്. അതേപോലെ തന്നെ അവൻ്റെ ബേസിക് ഇഷ്യൂസൊക്കെ മാറി ഇപ്പോൾ അവന് നന്നായിട്ട് എല്ലാ സബ്ജക്റ്റും ക്ലാസ്സിലെടുക്കുന്ന എല്ലാ സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ അവന് പഠിക്കാനും പറ്റുന്നുണ്ട്. പിന്നെ ആദ്യം ഇവരൊരു അസസ്മെൻ്റ് ടെസ്റ്റ് നടത്തുട്ടോ. ആ അസസ്മെൻ്റ് ടെസ്റ്റിലൂടെ കുട്ടി ഏത് സബ്ജക്റ്റിനാണ് വീക്ക് എന്നുള്ളതൊക്കെ കണ്ടെത്തിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവർ ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ ഓരോരോ കുട്ടികൾക്കും ഓരോരോ രീതിയിലായിരിക്കും കേട്ടോ. അപ്പോൾ റിച്ചുമോന് ഇംഗ്ലീഷിനും മാത്സിനുമാണ് ക്ലാസ് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഇവർ ക്ലാസ് ഒക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അതപ്പം തന്നെ അവർ ക്ലിയർ ചെയ്ത് കൊടുക്കും. പിന്നെ ഇവിടെ ഈ ഒരു കോഴ്സ് മാത്രമല്ല കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്, വേറെ പല കോഴ്സുകളും അവൈലബിൾ ആണ്. ട്യൂഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ് റൂം കോഴ്സ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ 2.5 വയസ്സ് തൊട്ട് 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ലിറ്റിൽ ജീനി എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സും അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾ ഏത് നാട്ടിലാണെങ്കിലും ഇന്റർവെല്ലിന്റെ ട്യൂഷൻ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ LKG തൊട്ട് +2 വരെയുള്ള ഏത് സിലബസിലുള്ള കുട്ടികൾക്കും നിങ്ങൾ ഏത് രാജ്യത്തിലാണെങ്കിലും ഇവരെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സ്റ്റേറ്റ് സിലബസും CBSEയും ICSEയും എല്ലാ സിലബസിലും ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആലോചിക്കാതെ അവരുടെ പഠന കാര്യത്തിൽ ഇതുപോലുള്ള സപ്പോർട്ടൊക്കെ കൊടുക്കുമ്പോൾ എന്തായാലും അതിനുള്ള ഒരു റിസൾട്ട് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ഓൺലൈൻ ട്യൂഷനൊക്കെ തപ്പി നടക്കുന്ന പേരൻസ് ഉണ്ടെങ്കിൽ ഇന്റർവെല്ലിന്റെ ഓൺലൈൻ ട്യൂഷനിൽ മക്കളെ ജോയിൻ ചെയ്യിപ്പിച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്കതിന്റെ റിസൾട്ട് എന്തായാലും കിട്ടും. അപ്പോൾ നമ്മളെ മക്കൾക്ക് ഞാൻ പറഞ്ഞല്ലോ അസസ്മെന്റ് ടെസ്റ്റ് നടത്തുന്നുള്ളത്. ആ അസസ്മെന്റ് ടെസ്റ്റിലൂടെ തന്നെ അവർക്ക് ഏത് വിധത്തിലുള്ള സപ്പോർട്ടും കാര്യങ്ങളാണ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ ഷെഡ്യൂൾ ചെയ്യുക. അപ്പോൾ എന്തായാലും അതിനുള്ള മാറ്റം നമ്മളെ മക്കളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇന്റർവെല്ലിന്റെ ഓൺലൈൻ ട്യൂഷനിൽ മക്കളെ ചേർക്കണം എന്ന് ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ആ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനും റിച്ചുമോനും ഇപ്പോൾ ഹാപ്പിയാണ്. അവൻ്റെ ബേസിക് ഇഷ്യൂസ് ഒക്കെ മാറി ഇപ്പം നല്ല ഉഷാറായിട്ട് പഠിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇതാ അവിടെ ഗ്യാസുമ്മലേ നമുക്ക് ബിരിയാണിക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നാരങ്ങ പിഴിയാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അതിൻ്റെ അടിയിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ കുറുമ മസാല എന്നോട് കുറേ കുറേ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് കുറുമ മസാല അയച്ചു തരുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ അയച്ചു തരാമെന്ന് അങ്ങനെ പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോയതിനായിട്ട്. നീട്ടിക്കൊണ്ടുപോയതെന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഫുഡൊക്കെ സെയിൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ അതൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തതാണ്. ഒക്കെ അതിൻ്റെ റൂൾസ് അനുസരിച്ചിട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ ലേബലും കൂടെ കിട്ടാനുള്ളൂ കേട്ടോ. ഹൈഫ കിച്ചൻ്റെ പേര് വെച്ചിട്ട് ഒരു ലേബലും കൂടെ അടിച്ച് കിട്ടാനുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഓക്കെ ആയി. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ റീൽസായിട്ട് ഇടാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും കുറുമ മസാല അല്ലെങ്കിൽ സാമ്പാർ പൗഡർ ഞാൻ അങ്ങനെ കോംബോ കിറ്റായിട്ട് കൊടുക്കണം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. കുറുമ മസാല, അതേപോലെ പിന്നെ ചിക്കൻ റോസ്റ്റ്, സാമ്പാർ പൗഡർ, ഇത് 3ഉം ഒരു കോംബോ കിറ്റായിട്ടാണ് കേട്ടോ കൊടുക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അതിനായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം, റീൽസ് ചെയ്യാം കേട്ടോ. ഇന്നോ നാളെ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ അത് ചെയ്യുമ്പോൾ അതിൽ ഞാൻ
സ്ക്രീനിൽ നമ്പർ കൊടുക്കുക. ഇനിയിപ്പോൾ അതല്ല നമ്മളെ ചാനൽ പേജിലുണ്ട് എൻ്റെ ആങ്ങളുടെ നമ്പറും ഉണ്ട്, അതേപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പറും ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഈ എള്ളും കടലയൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേനോ, അപ്പോൾ അതിന് ഓർഡർ ഉണ്ട്. അപ്പോൾ അത് 2-3 പേര് എന്നോട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ളത് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല, അത് 2 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്. ഇന്നിപ്പോൾ അതിൻ്റെ പണിയിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇന്നത്തെ വീഡിയോ കോഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഫിഷ് അച്ചാർ, അതേപോലെ ബീഫ് അച്ചാർ, ഇതൊക്കെ ഞാൻ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടതെന്ന് നിങ്ങൾ ഓർഡർ തരികയാണെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക. അല്ലാതെ നമ്മൾ കുറേ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ സെയിൽ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഓർഡർ അനുസരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് തരണമെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഈ ലോങ് വീഡിയോയിൽ പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. ചില കൂട്ടുകാർ ലോങ് വീഡിയോസ് മാത്രം കാണുന്നവരുണ്ട്, ഷോർട്സ് വീഡിയോ മാത്രം കാണുന്നവരുണ്ട്, അതേപോലെ ഇൻസ്റ്റയിൽ വീഡിയോ കാണുന്നവരുണ്ട്, ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരുണ്ട്. അപ്പോൾ ലോങ് വീഡിയോ മാത്രം കാണുന്ന ആൾക്കാരാണെങ്കിൽ ഷോർട്ട് വീഡിയോയിൽ നമ്മൾ പറയുമ്പോൾ അത് അവർ കേൾക്കൂല. അപ്പോൾ അത് വിചാരിച്ചിട്ടാട്ടോ ഈ ഒരു വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ചിട്ട് പറഞ്ഞത്. പിന്നെ നമുക്ക് ഫേസ്ബുക്കിൽ 70K ഫോളോവേഴ്സ് ഉണ്ടായിന് കേട്ടോ. അത്യാവശ്യം വരുമാനം കാര്യങ്ങളൊക്കെ എല്ലാ മാസവും ഇന്ന് കിട്ടിക്കൊണ്ട് നിൽക്കുകയും പിന്നെ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ അതിൽ എന്താ പറയുക ഒരു ഇഷ്യൂസ് വന്നിട്ടുണ്ട്. റെക്കമെൻഡേഷൻ സസ്പെൻഷനിലാണ് കേട്ടോ. അപ്പോൾ അതെന്താ വെച്ചാൽ ഞാൻ ഈ യൂട്യൂബിൽ ഇടുന്ന വീഡിയോസ് YT സ്റ്റുഡിയോയിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് പറയാൻ കാരണം നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാരനെ ഫേസ്ബുക്ക് പേജ് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഫേസ്ബുക്കിലും വീഡിയോ ഇടുന്ന ആളുകളുണ്ട്. അപ്പോൾ എനിക്ക് പറ്റിയ തെറ്റവർക്ക് പറ്റാതെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമ്മളെ ഗ്യാലറിയിലുള്ള വീഡിയോ നമ്മൾ ഇപ്പോൾ യൂട്യൂബിലിടാൻ വേണ്ടിയിട്ട് തന്നെ എഡിറ്റ് ചെയ്ത് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് വെച്ച വീഡിയോ ഉണ്ടാവും. ആ വീഡിയോ അതുപോലെ നമ്മൾ ഫേസ്ബുക്കിൽ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ YT സ്റ്റുഡിയോയിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ വേറൊരു പ്ലാറ്റ്ഫോം അല്ലേ, അപ്പോൾ അതിൽ ഇട്ട് വരുമാനം വാങ്ങണം. ആ ഒരു വീഡിയോ ഫേസ്ബുക്കിലും കൊണ്ടുപോയി ഇട്ടതുകൊണ്ടാണ് എനിക്ക് ആ ഒരു പ്രശ്നം വന്നത്. അല്ലാതെ നമ്മൾ ഒരാളെ വീഡിയോ നമ്മൾ ഇടുക ഒന്നും ചെയ്യാറില്ല, നമ്മളെ വീഡിയോ തന്നെ നമ്മൾ ഇടാറ്. അപ്പോൾ അത് വേറൊരു പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ട് പിന്നെ നമ്മൾ ആ വീഡിയോ തന്നെ ഈ ഫേസ്ബുക്കിലും കൊണ്ടുപോയി ഇട്ടതുകൊണ്ടാണ് എനിക്ക് ആ ഒരു പ്രശ്നം വന്നത്. അതൊരു റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ട് വന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരരുത്, അറിയാത്ത ആളുകളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഗ്യാലറിയിലുള്ള വീഡിയോസ് പോയിട്ട് അവിടുന്ന് വീണ്ടും അപ്ലോഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളെ ഫേസ്ബുക്ക് പേജിൽ അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് അത്യാവശ്യം വരുമാനവും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോളറൊന്നും അതിൽ കയറണമില്ല. അപ്പോൾ അങ്ങനെ ആയപ്പോൾ 2-3 മാസമായിട്ട് അങ്ങനെ ആയിട്ട് അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു ഇടങ്ങേറാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് അങ്ങനെ അതിന് ക്യാഷൊക്കെ കിട്ടിയോണ്ട് നിന്നതല്ലേ. അപ്പോൾ ഞാൻ ഇപ്പോൾ വേറൊരു ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മളെ ചാനൽ പേജിലുണ്ട്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കൂട്ടുകാർ, ഞാൻ എല്ലാവരോടും അങ്ങനെ അങ്ങോട്ട് പറയാമല്ല കേട്ടോ. നിങ്ങൾക്ക് എന്താ പറയുക, സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള കൂട്ടുകാരുണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ചില ആൾക്കാർ വിചാരിക്കും ഓൾക്കിപ്പോൾ തന്നെയാണ് പണി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. എല്ലാവരും മനസ്സും ഒരേപോലെ ആയിക്കൊള്ളണം എന്നില്ലല്ലോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള കൂട്ടുകാരൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ബിരിയാണിക്കുള്ള ചിക്കനൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ടായിന് കേട്ടോ. ചിക്കനൊക്കെ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എണ്ണയ്ക്ക് തന്നെ സവാളയൊക്കെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ബിരിയാണി ആയതുകൊണ്ട് നമ്മൾ ചിക്കൻ ആ പൊരിച്ചെടുത്ത ആ ഒരു എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഈ സവാളയും വഴറ്റിയെടുക്കുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർക്കലുണ്ട് കേട്ടോ. ആ വെളിച്ചെണ്ണയും കൂടെ ചേർക്കുമ്പോഴാണ് മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ചിക്കനൊക്കെ ഇതാ കണ്ടോ ഒക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മസാലയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാൻ എപ്പോഴും പറയലുണ്ട്, പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറയാമെന്ന് വിചാരിക്കും നിങ്ങൾ. അപ്പോൾ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ. എന്നാലുള്ള ആ മധുരപ്പും കാര്യങ്ങളൊക്കെ പോയിട്ട് മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ സവാളയൊക്കെ വഴറ്റാനും അങ്ങനത്തെ കാര്യത്തിനൊക്കെ നമ്മളെ ബാവുക്കാക്കുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഓരോതൊക്കെ വഴറ്റുന്നുണ്ട്. പിന്നെ ഞാൻ അരി ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളക്കാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അരി കഴുകി വെക്കാം. അരി നമ്മൾ കൈമ റൈസാണ് കേട്ടോ യൂസ് ചെയ്യൽ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ തന്നെയാണ് അധികം യൂസ് ചെയ്യൽ. ഇത് ബിരിയാണിക്കാണെങ്കിലും നെയ്ച്ചോറിനാണെങ്കിലൊക്കെ നല്ല അരിയാണ് കേട്ടോ. അപ്പോൾ അരി കഴുകി വെള്ളത്തിലിട്ട് വെക്കുക, അല്ല അരി കഴുകിയിട്ട് ഊറ്റി വെക്കും. തിളക്കാനായിട്ടുണ്ട്, കുറേ സമയമൊന്നും വെക്കും വേണ്ട. തിളച്ച വെള്ളത്തിൽ കണ്ട് അരി ഇട്ട് കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ കഴുകി എൻ്റെ പണി കഴിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം എനിക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരുക്കത്തിലാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം അതിന് പോകണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ കണ്ടോ സവാളയൊക്കെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ ബിരിയാണി ആകുമ്പോൾ ഞാൻ പച്ചമുളക് കുറച്ച് കുറക്കലാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചിക്കനൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ തന്നെ കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്തിട്ടാണ് പൊരിച്ചെടുക്കുക. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവും അതേപോലെ ചിക്കൻ പൊരിച്ചെടുക്കണ ആ എണ്ണയിൽ തന്നെയല്ലേ ഈ സവാളയൊക്കെ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അതിനും ആ ഒരു എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
അപ്പോൾ എരിവ് പെട്ടെന്ന് കൂടും. അപ്പോൾ മുളക് കുറച്ച് കൊടുക്കുക കേട്ടോ. ബീഫ് ബിരിയാണിക്കാണെങ്കിൽ പിന്നെ പച്ചമുളകിൻ്റെ എരിവ് തന്നെയാണ് അധികം ഇടൽ നമ്മൾ. വെറും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടല്ലേ നമ്മൾ വേവിക്കാൻ വെക്കുക. അപ്പോൾ അതിക്ക് പച്ചമുളക് കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കും. അല്ലെങ്കിൽ ബിരിയാണിക്ക് എപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവുക പച്ചമുളകിൻ്റെ എരിവ് തന്നെയാണ്. മുളക് പൊടിനെക്കാട്ടിലും പച്ചമുളകിൻ്റെ എരിവ് തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കണോ. പിന്നെ അധികം ആൾക്കാർക്കും അറിയാം. പിന്നെ നമ്മൾ മസാലക്കൊക്കെ കുറച്ച് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാറ്. പിന്നെ മഞ്ഞൾപ്പൊടിയല്ല, മല്ലിപ്പൊടിയൊക്കെ കുറേശ്ശെ ചേർക്കാറ്. പിന്നെ ബിരിയാണി മസാല നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ജീരകവും അതേപോലെ മല്ലിയൊക്കെ അതിൽ തന്നെ ഇട്ടാണ്ട് പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, വറ്റൽമുളകൊക്കെ ഇട്ടുകൊണ്ട് പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ബിരിയാണി മസാല മാത്രം ചേർത്താൽ മതി. കുറച്ചൊരു കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തന്നെ ബിരിയാണി അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഇതാട്ടോ നമ്മളെ മസാലയൊക്കെ സെറ്റ് ആയിക്കണേക്ക് ഇടാനുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയും തക്കാളിയും അതേപോലെ നാരങ്ങനീരും തൈരും ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കും കേട്ടോ. ഇനിയിപ്പോൾ എരിവോ പുളിയോ ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതാണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാട്ടോ ഇനിയിപ്പോൾ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. എന്നിട്ട് നോക്കട്ടോ എരിവും പുളിയൊക്കെ. കാരണം ചിക്കനിലും ഉണ്ടല്ലോ നമ്മൾ ഉപ്പും എരിവൊക്കെ ചേർത്തതാണ്. അപ്പോൾ ഒക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുള്ളത് പിന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരുപാട് കമൻസിനുണ്ട് റിപ്ലൈ കാര്യങ്ങളൊക്കെ തരാൻ. ചിലതൊക്കെ ഞാൻ ഒഴിവുള്ള സമയത്ത് തന്നെ അപ്പം തന്നെ റിപ്ലൈ ഒക്കെ തരലുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ റിപ്ലൈ കിട്ടാത്തവർ എൻ്റെ കമൻറ്റിന് മാത്രം റിപ്ലൈ തന്നില്ല എന്ന് വിചാരിക്കരുത്. ഞാനപ്പോൾ കാണുന്ന കമൻറ്റിന് അങ്ങനെ റിപ്ലൈ കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഫുഡിന് റേറ്റ് പറയലെന്നൊക്കെ. അപ്പോൾ ഞാൻ ചിക്കൻ ബിരിയാണിക്കാണെങ്കിലും ബീഫ് ബിരിയാണിക്കാണെങ്കിലും ഒക്കെ 1 കിലോന് 850 രൂപയാണ് കേട്ടോ ഇപ്പോൾ വാങ്ങാറ്. ചിക്കൻ നമ്മൾ പൊരിച്ചിട്ടല്ലേ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്നത്. ബീഫിന് പിന്നെ റേറ്റിംഗ് ഒക്കെ അറിയാമല്ലോ എത്രയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ കേട്ടോ ഞാൻ വാങ്ങിക്കാറ്. പിന്നെ എല്ലാ ഭാഗത്തും ഒരേപോലെ ആവില്ല ബീഫിനൊക്കെ റേറ്റ്. ഇപ്പോൾ എനിക്ക് തന്നെ കുറേ ദൂരത്തുള്ള ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ വന്നിട്ട് തന്നെ അങ്ങനെ നമ്മൾക്ക് ഓരോ കാര്യങ്ങളും നമ്മളോട് ചോദിക്കും. നമ്മൾ അവരോടും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവർ ബീഫിൻ്റെ റേറ്റൊക്കെ കേട്ടാൽ നമ്മൾ നെട്ടും. അവിടെയൊക്കെ നല്ല റേറ്റ് ഉണ്ട് ബീഫിന്. 500 450 ഒക്കെ ഉണ്ട്. നമ്മളവിടെ 380 രൂപയാണ് 1 കിലോ ബീഫിന് കേട്ടോ. അതേപോലെ തന്നെ ഇപ്പോൾ എല്ലാത്തിനും റേറ്റ് കൂടിയിട്ടുണ്ട്. ഇഞ്ചിക്കും വെളുത്തുള്ളിക്കൊക്കെ റേറ്റ് കൂടുതലാണല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് ബിരിയാണിക്ക് നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ റേറ്റ് വാങ്ങിക്കാം കേട്ടോ. ഞാൻ പിന്നെ ബിരിയാണിൻ്റെ കൂടെ കൊടുക്കുന്ന അച്ചാറും ഞാൻ ഇവിടെ വീട്ടിലുണ്ടാക്കുന്ന അച്ചാർ തന്നെയാണ് കൊടുക്കുക. അപ്പോൾ അച്ചാർ ഉണ്ടാക്കാനും നിങ്ങൾക്ക് അറിയാമല്ലോ, അച്ചാർ ഉണ്ടാക്കാനും സാധനങ്ങൾ വേണം. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നാരങ്ങച്ചാറിനെക്കാട്ടിലും നല്ലത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക തന്നെയാണ്. അപ്പോൾ എൻ്റെ റേറ്റ് വാങ്ങൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതാ അപ്പോൾ 3.5 കിലോ ബിരിയാണി എന്ന് പറഞ്ഞാൽ ആ 3.5 കിലോ റൈസും ഉണ്ടാവും. 3.5 കിലോ ഇപ്പോൾ ചിക്കനാണെങ്കിൽ മീറ്റായിട്ട് തന്നെ 3.5 കിലോന് വാങ്ങിക്കും. അപ്പോൾ അങ്ങനെ കേട്ടോ. പിന്നെ ചിലരിനോട് ചോദിക്കുക ഒരു ചിക്കൻ കൊണ്ട് നിങ്ങൾ എത്ര പീസാക്കും എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പീസാക്കലൊന്നും എനിക്കറിയില്ല. ഞാനാണെങ്കിൽ അതൊന്നും എണ്ണി നോക്കലുമില്ല കേട്ടോ. ചിക്കൻ കൊണ്ടുവന്നാൽ എത്ര പീസ് ഉണ്ടെന്നൊന്നും നോക്കില്ല. നമ്മൾ വെയിറ്റ് നോക്കും. ആ വെയിറ്റിനനുസരിച്ചിട്ടല്ലേ നമുക്ക് പൈസയൊക്കെ നമ്മൾ വാങ്ങിക്കണത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഓരോട് റേറ്റ് പറയുകയും ചെയ്യും. അല്ലാതെ എത്ര പീസ് ഉണ്ടെന്നൊന്നും ഞാൻ എണ്ണി വെക്കലില്ല കേട്ടോ. പിന്നെ 1 കിലോ ബിരിയാണി കൊണ്ട് 6 ആൾ കഴിക്കുമെന്നാണ് പറയുക. അപ്പോൾ 6 ആളൊന്നല്ല, ഒരു 7 ആൾക്കൊക്കെ എന്തായാലും ഉഷാറായിട്ട് കഴിക്കാനുണ്ടാവും എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു കണക്കിനാണ് പിന്നെ നമ്മൾ പുറത്തേക്ക് ഉണ്ടാക്കി കൊടുക്കാറ്. ഇപ്പം 20 പേർക്കുള്ള ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് കേട്ടോ. ഓരോട് പറയും 3 കിലോനാണോ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ 3 കിലോ ഉണ്ടാക്കാൻ പറയും. അല്ലെങ്കിൽ അതിലേറെ കുറച്ചും കൂടി അരി ഇടാൻ പറയുമ്പോൾ കുറച്ചും കൂടി ഇടും. അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഡാൽഡ യൂസ് ചെയ്യാറില്ല. പിന്നെ ആർക്കേജിൻ്റെ നെയ്യ് തന്നെയാണ് കേട്ടോ നമ്മൾ ബിരിയാണിക്ക് യൂസ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ബിരിയാണീൻ്റെ റൈസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ചെയ്യും. ഇതും അതേപോലെ ചെറിയ ടിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ്. അതിൽ അധികം ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതിൻ്റെ ആ ഒരു വാക്ക് കൂടെയൊക്കെ കുറേ നെയ്യ് വെറുതെ വേസ്റ്റായി പോകും. നമുക്ക് പുറത്തേക്ക് എടുക്കാട്ട് കിട്ടൂല അങ്ങനെ. അപ്പോൾ വലിയൊരു ബോട്ടിൽ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാട്ടോ നല്ലത്. ഇത് 1 ലിറ്ററിൻ്റെയാണ് കേട്ടോ. ഇതിനിപ്പോൾ 800 സംതിങ് എത്തിയാൽ തോന്നുന്നുണ്ട് റേറ്റ്. അപ്പോൾ ഞാൻ അത്യാവശ്യം ഇട്ട് കൊടുക്കാറുമുണ്ട് കേട്ടോ നെയ്യൊക്കെ നല്ലോണമല്ല, പാകത്തിന് മതി. കൂടുതലാവണ്ട, എന്നാൽ പാകത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കും വേണം. ചിലർ സൺഫ്ലവർ ഓയിലാണ് കൂടുതൽ ചേർക്കുക. അപ്പോൾ അങ്ങനത്തെ ബിരിയാണിക്ക് കിട്ടുന്ന ടേസ്റ്റിനെക്കാട്ടിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതേപോലെ ആർക്കേജിൻ്റെ നെയ്യ്
ഇട്ട് കൊടുത്താണ്ട് ഉണ്ടാക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അതാ ബിരിയാണിയൊക്കെ ഇവിടെ ദമ്മിൽ ആയിട്ടുണ്ട്. പിന്നെ ഞാനൊക്കെ എല്ലാ വീഡിയോയിലും ഓരോ കാര്യങ്ങൾ പറയണമല്ലേ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയണമൊന്നുമില്ല കേട്ടോ. അതേപോലെ തന്നെ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തതൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ അടിയിൽ കൂടെ നമുക്ക് കുറച്ച് ബിരിയാണി മസാലയും കൂടെ ഒന്ന് തൂവി കൊടുക്കുന്നത് നല്ലതാണ്. എന്നാൽ എന്താ അറിയോ, ഇത് പൊട്ടിക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ബിരിയാണി മസാല പാക്കറ്റ് മസാല വാങ്ങിക്കാതൊക്കെ നല്ലത്. നമ്മൾ തന്നെ വീട്ടിൽ പൊടിച്ചെടുക്കുകയാണെങ്കിൽ അതിന് ഒക്കില്ല. അതിന് നല്ലൊരു ചുരുമണമൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണക്കാട്ടിലും നല്ലൊരു മണവും എന്താ പറയുക, നല്ല ഒരു അടിപൊളിയാണ് കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതാ ബിരിയാണി ഒക്കെ ആയിട്ടുണ്ട്. ഇനി ഒക്കെ ആയിട്ടല്ല, ദമ്മിലാക്കാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫോയിൽ പേപ്പറൊക്കെ വെച്ചാണ്ട് അടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുപ്പിലും അതേപോലെ അത്യാവശ്യം കനലൊക്കെ ഉണ്ട്. ഇനി നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അടുപ്പത്തേക്ക് വെച്ചിട്ട് വേണം ഇനി നമുക്ക് ചോറുക്കുള്ള കൂട്ടാൻ ഉണ്ടാക്കാൻ കേട്ടോ. ചോറ് ഞാൻ കരണ്ടടുപ്പുമ്മലോ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെറും അതന്നെ കേട്ടോ പണി. കരണ്ടടുപ്പുമ്മലോ ഗ്യാസുമ്മലോ വേഗം പോയിട്ട് ചോറുണ്ടാക്കും. ഞാൻ പറഞ്ഞല്ലേ എനിക്കൊന്ന് പുറത്ത് പോവാണ്ടെന്നുള്ളത്. അപ്പോൾ അടുപ്പത്താകുമ്പോൾ പിന്നെ അങ്ങനെ നിൽക്കണം. അപ്പോൾ കറി ഉണ്ടാക്കാൻ ഞാനിവിടെ ചിക്കൻ്റെ പാർട്സും അതേപോലെ ചിക്കൻ വാങ്ങിച്ചപ്പം അതിൽ കുറച്ച് കൂടുതൽ വെയിറ്റുള്ള ചിക്കൻ ഉണ്ടായിനി. അപ്പോൾ അത് അവർ വേറെ കവറിലാക്കിയിട്ട് നമുക്ക് തരും കേട്ടോ. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് ഒരു കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ പാർട്സ് പറ്റാത്തവർക്ക് ആ പീസ് കൊടുക്കുക, അങ്ങനെ കേട്ടോ. ഒരൊറ്റ കറി, ഇന്ന് വേറെ ഒന്നുമില്ല. എനിക്ക് പുറത്ത് പോകാനുണ്ട്. അപ്പം ഇനി പോകാനാകുമ്പോഴത്തേന് ഒക്കെ റെഡി ആക്കണം. ഈ പാർട്സ് കറി നല്ല ടേസ്റ്റാണ്. ഇത് പറ്റാത്തവരൊക്കെ കഴിച്ചോ, നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ. അതിൻ്റെ ആ ഒരു ഹാർട്ടൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ ഉള്ളിൽ ബ്ലഡിൻ്റെ കട്ടകളൊക്കെ ഉണ്ടാവും. അതൊക്കെ കത്തിയോണ്ട് പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ബ്ലഡിൻ്റെ കട്ടകളൊക്കെ കളഞ്ഞ് നല്ല വൃത്തിക്ക് കഴുകി നല്ല ഉഷാറാക്കിയിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കാരം കേട്ടോ. ലിവറിൻ്റെയൊക്കെ അതിൻ്റെയൊക്കെ ഇടയിലുണ്ടാവും ബ്ലഡിൻ്റെ കട്ടകൾ. അതൊക്കെ കൈ കൊണ്ടെടുത്ത് പറിച്ചിട്ട് നല്ല വൃത്തിക്ക് കഴുകി കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഏത് പറ്റാത്തവർക്കും പറ്റും. എൻ്റെ ബാവുനും റിച്ചുവിനും ഒന്നും പറ്റൂല. ഇനി അപ്പോൾ ഇപ്പോൾ അതിൻ്റെ കറി കഴിക്കും കേട്ടോ. അത് പറ്റൂല, ലിവറൊന്നും അവർക്ക് പറ്റൂല. എന്നാലും കറിയൊക്കെ കൂട്ടിയിട്ട് ഇപ്പോൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഏത് പറ്റാത്തതും ഞാൻ അങ്ങോട്ട് പറ്റിപ്പിച്ചു. ആദ്യമൊക്കെ പറഞ്ഞാൽ അവർക്ക് പറ്റൂല പറഞ്ഞാലും പറ്റണത് അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് ശീലാക്കിക്കണം. ഞാൻ തന്നെയാണ് അവരൊക്കെ അങ്ങനെ ആക്കിയതും. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു വട്ടം ഉണ്ടാക്കാൻ തന്നെ ചിലപ്പോൾ നേരം കിട്ടൂല. അപ്പോൾ അതിൻ്റെ പുറത്ത് ഇപ്പോൾ 2 3 ഒക്കെ ഉണ്ടാക്കാനൊന്നും ഇപ്പം ടൈമില്ല. അപ്പോൾ ഞാൻ പറയാം അതൊന്ന് തിന്ന് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് തീറ്റിച്ചു കേട്ടോ. അപ്പോൾ കൊടുക്കാനുള്ള അച്ചാറും തൈരൊക്കെ പാത്രത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ആ ചോറ് വാർത്ത് വെച്ചിട്ടുണ്ടതിന് ഞാൻ പറഞ്ഞല്ലോ കരണ്ടടുപ്പുമ്പോൾ വെച്ചിട്ടുണ്ടെന്ന്. പിന്നെ കുറച്ച് രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തി ഉണ്ട്. അപ്പോൾ വിശന്ന കഴിക്കാനുള്ളതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സവാളയൊക്കെ നല്ലോണം വഴറ്റിയിട്ട്, സവാളയും തക്കാളിയൊക്കെ നമ്മൾ സാധാ ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ, പക്ഷേ ഇത് കുറച്ചിങ്ങനെ കുറുകിയ കറിയായിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ചട്ടി വേറെ ഇല്ലാത്ത പോലെ ചെറിയ ചട്ടി തന്നെ വെച്ചിരുന്നു കേട്ടോ. അത് നമ്മൾ പിന്നെ സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ പൊരിച്ചെടുത്ത ആ ഒരു ചട്ടി കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ഓയിൽ ഇങ്ങനെ ഉണ്ടായിനി. ഓയിലല്ലാ നെയ്യിൻ്റെ ഇതൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അത് വെറുതെ കളയേണ്ട വിചാരിച്ചിട്ട് അതിൽ തന്നെയാണ് വാട്ടിയെടുത്ത് സവാളയൊക്കെ. പിന്നെ ഒരു 12:30 ആയപ്പോൾ ഇതാ നമ്മൾ ഫുഡ് കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും ഇടയ്ക്കൊന്ന് വന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ തീയിലിട്ട് വെച്ചാൽ മതി, അങ്ങനെ തിളച്ച് ചിന്തൊന്നുമില്ല. അങ്ങനെ ചെറിയ പാത്രമാണെന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമ്മൾ കറി അങ്ങനെ അധികം കുറേ വെള്ളമല്ലല്ലോ, കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ ഇതിൽ. അല്ലെങ്കിൽ തിളച്ചിന്തു കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുത്തത്. ഈ പാത്രം പിന്നെ മാറ്റാനൊന്നും നിന്നില്ല, അതിൽ തന്നെ കുക്ക് ചെയ്തു. ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തു. പിന്നെ ചില സ്ഥലത്തൊക്കെ കോഴിപ്പാട്സ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങുമ്പോഴേ ചെറിയ മുട്ടയൊക്കെ അല്ല അങ്ങനത്തെ പാഴ്സാലേ കിട്ടുക. ഇതിപ്പോൾ നമ്മൾ ചിക്കൻ വാങ്ങിക്കുമ്പോൾ കിട്ടണതാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ്